السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين. اما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ഹാജിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ, വ്യക്തമായ ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു വിവരം നമുക്കുണ്ടാവണം എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. പരിശുദ്ധ ഇസ്ലാമിലെ 5 റുക്നുകൾ, മുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യങ്ങളുടെ മേലാണ് നിർത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ആ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് നിസ്കാരവും മറ്റൊന്ന് ഹജ്ജും. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സ്വല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിസ്കരിക്കുവിൻ. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: ഖുദൂ അന്നി മനാസിക്കക്കും. നിങ്ങളുടെ ഹജ്ജിന്റെ അമാലുകൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുവിൻ എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത്, പ്രവാചകന്റെ ജീവിതത്തിൽ ആകെ ഒരൊറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. ആ ഒരൊറ്റ ഹജ്ജ് ലോകാന്ത്യം വരെ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഓരോന്നും സ്പഷ്ടമായി വ്യക്തമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും സംശയങ്ങൾക്ക് ദൂരീകരണം നടത്തുകയും ചെയ്തിട്ടാണ് അവിടുത്തെ ഹജ്ജ് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഹജ്ജ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആവണം. കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലോ കുറെ ആളുകൾ ചെയ്യുന്നു എന്നത് കണ്ടിട്ട് അവരെ ഫോളോ ചെയ്യുന്നതിലോ നമ്മൾ പെട്ടുപോയാൽ ഒരുപക്ഷെ പലപ്പോഴും ഹജ്ജിന്റെ സമ്പൂർണ്ണ പ്രതിഫലം നമുക്ക് ലഭിക്കാതിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി പറഞ്ഞതിനെ കണിശമായി ചെയ്യണം. എന്നാൽ അത്ര കണിശമല്ലാതെ പറഞ്ഞത് കുഴപ്പമില്ല, ചെയ്തോളീൻ, അങ്ങനെ വന്നാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്തോളീൻ, ഇത്ര ടൈമുണ്ട്, അത്ര ടൈമിനിടക്ക് വന്നാൽ മതി, അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നതിനും കുഴപ്പമില്ല. അപ്പൊ ഇത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടുന്ന കാര്യമാണ്. ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാൻ.
ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ഓരോ ദിവസങ്ങളിലും ഓരോ ഭാഗങ്ങളെ കൃത്യമായി വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഉംറ ചെയ്തവരാണ്. അതുകൊണ്ട് ഞാൻ ഉംറയുമായി ബന്ധപ്പെട്ടതും അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും വിശാലമായി കടക്കുന്നില്ല. ഹജ്ജിന്റെ അമാലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഞാൻ ഇന്നു മുതൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഹജ്ജിന്റെ തുടക്കം, അതിന്റെ വാജിബാത്തും അതിന്റെ ഫർളുകളും, അതിന്റെ റുക്കുനും അതിന്റെ വാജിബാത്തുകളും ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എല്ലാത്തിനും അത് നിർത്തപ്പെട്ട ചില തൂണുകളുണ്ട്. തൂണിനെയാണ് നമ്മൾ റുക്കിന് എന്ന് പറയാ, ഫർള് എന്ന് പറയാ. എന്ന് പറഞ്ഞാൽ ആ തൂണില്ലെങ്കിൽ അത് നിൽക്കൂല, അതാണെന്ന് പറയാൻ പറ്റൂല. ഷഹാദത്ത് കലിമയാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം, അല്ലേ? അല്ലേ? ആണോ? അല്ലേ? അതെ, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഷഹാദത്ത് കലിമയാണ്. ഷഹാദത്ത് കലിമയ്ക്ക് എത്ര ഫർളുണ്ട്? എത്ര റുക്കിനുണ്ട്? ഫർള് എത്രയാണ്? 2. ഇനി കൂടുവോ? ഉറപ്പല്ലേ? 2 എണ്ണാണ്. ഷഹാദത്ത് കലിമയുടെ റുക്കിന് 2 എണ്ണമാണ്. ഒന്ന് നഫിയാണ്, 2 ഇസ്ബാത്താണ്. ഒന്നാമത്തത് നഫിയാണ്. നഫി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ, അതാണ് ആ റുക്കുനുൽ അവ്വൽ. ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല. രണ്ടാമത്തത് ഇസ്ബാത്താണ്, സ്ഥിരപ്പെടുത്തൽ. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതാണ് അതിന്റെ ഒരു ഭാഗം, ഒരു റുക്കിന്. രണ്ടാമത്തത് 2. ആദ്യം പറഞ്ഞത് മാത്രം പറഞ്ഞാൽ തൗഹീദാവൂല, രണ്ടാമത്തത് മാത്രം പറഞ്ഞാലും തൗഹീദാവൂല. അത് രണ്ടും കൂടെ ചേരുമ്പോഴേ തൗഹീദാവുള്ളൂ. മനസ്സിലായോ? എന്നാൽ ഷഹാദത്ത് കലിമയുടെ ഷർത്തുകൾ എത്രയാണ്? എത്ര ഷർത്തുണ്ട്? നിസ്കാരത്തിന് എത്ര ഷർത്തുണ്ട്? ശുചായികളായിട്ട് അങ്ങനെ പോവാണല്ലേ? 14 ഷർത്തോ? പറ. 5 എണ്ണം, 5 ഷർത്തുകളാണ് നമ്മൾ പറയാ, അല്ലേ? 5 ഷർത്തുകളാണ് നമ്മൾ പറയാറുള്ളത് സാധാരണ. ശരി, ഷഹാദത്ത് കലിമയ്ക്ക് എത്ര ഷർത്തുണ്ട്? നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. ഞാൻ മറന്നുപോയാലും ഓർമ്മിപ്പിച്ച് കേട്ടാ. ഞാൻ അങ്ങനെ പറയും, കുറെ കാര്യങ്ങൾ പറയും, ചിലപ്പം ചിലതൊക്കെ മറന്നു പോകും, എടുക്കാൻ പറ്റാതെ വരും. സാധാരണ നമ്മളെ ക്ലാസ്സിൽ കുഞ്ഞാമതും ഇവരൊക്കെ പറയലുണ്ട്, ഞങ്ങൾ നോട്ട് ചെയ്തിടാന്ന് പറയും, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ ഓർത്തുകൊള്ളുള്ളൂ. ഷഹാദത്ത് കലിമയുടെ ഷർത്തുകളുണ്ട്, അത് 7 എണ്ണമാണ്. 7 ഷർത്തുകളുണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും അതിന്റെ ശുറൂത്തുകൾ, അതിന്റെ റുക്കുനുകൾ ഓരോന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് പെർഫെക്റ്റ് ആകുക. അല്ലെങ്കിൽ പിന്നെ ഒരു ഓളത്തിന് അങ്ങനെ പോവാണ്, അങ്ങനെ സംഗതി ഇങ്ങനെ നടന്നു പോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതാണെന്ന് നമ്മൾക്ക് വേർതിരിച്ച് പിടുത്തൊന്നുമില്ല. എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കണം, എല്ലാവരും കൈകെട്ട് റുക്കു ചെയ്ത് ഞാൻ ചെറുപ്പം മുതലേ ശീലിച്ചതാണ്. അതങ്ങനെ തന്നെ. ഒരു 4 റക്അത്തുള്ള നിസ്കാരത്തിൽ എത്ര പ്രാവശ്യമാണ് കൈ ഉയർത്തേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ആലോചിക്കും. ഒരു റക്അത്തിൽ എത്ര കൈ ഉയർത്തണം? കൈ ഉയർത്തേണ്ടത് എത്ര എണ്ണാണ്? അതിൽ ഹദ്ദൊന്നും ഇല്ലല്ലേ. അമ്മക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൈ ഉയർത്തലാണോ? അല്ല, ഓരോന്നിനും കണിച്ചുണ്ട്, അല്ലേ? ഓരോന്നിനും കൃത്യമാണ്. എണ്ണമൊക്കെ പിന്നെ പറഞ്ഞു ഇടന്നോട്ടെ. ശരി. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഹജ്ജ്, അതിനും ചില വാജിബാത്തുകളുണ്ട്, ചില റുക്കുനുകളുണ്ട്. അഥവാ ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കണം. റുക്കിന് നഷ്ടപ്പെട്ടാൽ പരിഹാരമില്ല. റുക്കിന് നഷ്ടപ്പെട്ടാൽ പരിഹാരമില്ല. റുക്കിന് നഷ്ടപ്പെട്ടാൽ പറഞ്ഞോളി, പരിഹാരമില്ല. അതങ്ങോട്ട് ഉറപ്പിക്കണേ. നിങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നൊന്നും അല്ലല്ലോ, ക്ലാസ്സാണ്, പ്രസംഗമല്ല. പ്രസംഗമാണെങ്കിൽ അടിച്ചു പൊളിച്ചാൽ പോവും. റുക്കിനാണെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ പരിഹാരമില്ല. വാജിബാത്തുകളാണെങ്കിൽ നഷ്ടപ്പെട്ടാൽ 750 റിയാൽ കൊടുത്ത സംഗതി തിരിച്ചെടുക്കാം. ഒരു അറവ് നടത്തിയാൽ പരിഹാരമായി.
മറ്റേതിന് പരിഹാരമില്ല, ഇതിന് പരിഹാരമുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അറഫയിൽ നിൽക്കുക, ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയത്തിലേക്ക് വരും, ഇവിടെ ഷോർട്ട് പറയാം. അറഫയിൽ നിൽക്കുക. അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് ഇസ്തിവാഇന് ശേഷം, അഥവാ സൂര്യാസ്തമയം മുതലാണ് അതിന്റെ ടൈം തുടങ്ങുക. സൂര്യത്തിന്റെ മധ്യാഹ്നത്തിന് എത്തിയത് മുതലാണ് തുടക്കം കുറിക്കുക. ഫജർ മുതലാണെന്ന് പറയുന്നവരുമുണ്ട്, അത് കണക്കിലെടുക്കണില്ല. എന്തായാലും സൂര്യൻ മധ്യാഹ്നത്ത് നിന്ന് തെറ്റിയത് മുതൽ പിറ്റേ ഫജർ സാദിഖ് വരെ, ഇപ്പൊ മുതല്, അതായത് ദുൽഹിജ്ജ 9 അന്ന് സൂര്യൻ മധ്യാഹ്നത്തിന്ന് തെറ്റിയത് മുതൽ യൗമുൻ നഹറിന്റെ ഫജർ വരെ. യൗമുൻ നഹറിന്റെ അഥവാ നമ്മള് യൗമുൻ നഹറിന്റെ അതായത് 10ാമത്തെ ദിവസത്തിന്റെ ഫജർ സാദിഖ് വരെ, അതിനിടക്കുള്ള സമയത്താണ് ഇത്. അതിലേറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് മധ്യാഹ്നം തെറ്റിയത് മുതൽ അസ്തമയം വരെ എന്ത് ചെയ്യണം, അവിടം വരെയാണ്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ടൈം. ഇനി അതൊന്നും നിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയിൽ കുറച്ചു നേരം അവിടെ വന്ന് നിന്നു, എന്നാലും കുഴപ്പമില്ല. ഫജറിന് മുമ്പ് എന്ത് ചെയ്താൽ മതി, ക്ലിയർ ആയാൽ മതി എന്നാണ്. അത് കുറ്റമില്ല. അതിലൊന്നും ഒരാൾക്ക് സാധിച്ചില്ല. ഞാൻ സംഭവം പറയാം. സുബഹിന്റെ സമയം ഫജർ സാദിഖ് സ്റ്റാർട്ടിങ് ഫജർ വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും പിൽക്കാലത്തുമൊക്കെ സംഭവിച്ച ചില സംഭവങ്ങളെ ആധാരമാക്കി പറയുന്നത് കാണാം. ഞങ്ങളിങ്ങനെ വന്നു, ഞങ്ങൾ നിൽക്കാൻ കഴിഞ്ഞില്ല, ഇന്ന സമയം കഴിഞ്ഞു പോയി. അപ്പം പറയുന്നു കാര്യമൊന്നുമില്ല, അടുത്ത പ്രാവശ്യം എന്ത് ചെയ്താൽ മതി, ഹജ്ജ് ഇപ്പം ഉംറ ചെയ്യുന്ന മാതിരി ചെയ്തിട്ട് തഹല്ലുലാക്കി പോയിക്കോളി. ഹജ്ജിന് എപ്പോഴേ ഉള്ളൂ, അടുത്ത പ്രാവശ്യം ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, റുക്കുനിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ റിക്കവർ ചെയ്യാൻ പറ്റൂല നെക്സ്റ്റ് ടൈം. ഓക്കെ, അതുകൊണ്ട് റുക്കിന് ഏറ്റവും അധികം ശ്രദ്ധിക്കണം. വാജിബാത്തുകളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും എന്തല്ല, നമുക്ക് പരിഹരിക്കാം. പൈസ ഉണ്ടെങ്കിൽ അറുത്തു കൊടുത്തിട്ട് പരിഹരിക്കാം. അപ്പൊ ഏതൊക്കെയാണ് റുക്കിന്? റുക്കിന് എന്ന് പറയുമ്പോൾ ഏകദേശം 4 റുക്കുനുകളാണുള്ളത് ഹജ്ജിന്. 4 ഫർളുകൾ, റുക്കുനുകൾ, തൂണുകളാണ് ഹജ്ജിനുള്ളത്. ഒന്നാമത്തത് ഇഹ്റാമാണ്. ഇഹ്റാം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സംഗതിയാണ്. ഒന്നാമത്തത് ഇഹ്റാമാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നിയ്യത്തു ദുഖൂലി ഫിൻ നുസുക്, തൻ ഹജ്ജാകുന്ന ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കരുതുക. ഹജ്ജാകുന്ന ആ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുന്നതിനെയാണ് എന്തു പറയാ, ഇഹ്റാം എന്ന് പറയാം. അത് പറയുമ്പോൾ അതിനു മുമ്പ് ചില പണികളൊക്കെ ചെയ്തിരിക്കണത് വേറെ വിഷയമാണ്. അത് പറയാം. അപ്പൊ അത് ചെയ്തിരിക്കണമെന്നത് വേറെ വിഷയമുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിസ്കാരത്തിന്റെ സ്റ്റാർട്ടിങ് ഏതാ? നിസ്കാരത്തിന്റെ തുടക്കം എന്ന് പറയുന്നതാ തക്ബീറത്തുൽ ഇഹ്റാമാണ്. തക്ബീറത്തുൽ ഇഹ്റാം അത് നമ്മൾ പറയുമ്പോൾ അല്ലാഹു അക്ബർ എന്ന പദമാണ് പ്രഖ്യാപിക്കുന്നത്, അല്ലേ? ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മൾ നിസ്കരിക്കാൻ കരുതിയിട്ടാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് വരുന്നതോടെ അയാൾക്ക് ശേഷം കുറെ കാര്യങ്ങളൊക്കെ നിഷിദ്ധമായി തീരും, അല്ലേ? എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാം പറയണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? വെറുതെ കയറിയിട്ട് പറയല ആണോ? അല്ല, അതിനു മുമ്പ് ചില സംഗതികളൊക്കെ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യണം? അയാളുടെ ശാരീരികമായ ശുദ്ധീകരണം ആവശ്യമുണ്ട്. ചെറിയ ശുദ്ധിയും വലിയ ശുദ്ധിയും പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ക്ലിയർ ആയിരിക്കണം. നജസില്ലാത്ത വസ്ത്രം ധരിച്ചിരിക്കണം. അങ്ങനെ തുടങ്ങി കുറെ നിബന്ധനകൾ ആദ്യം എന്ത് ചെയ്യണം? ചെയ്തു വെക്കണം. എന്നിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് ഇതുപോലെ ഹജ്ജിന് ഇഹ്റാം കെട്ടുമ്പോൾ, ഇഹ്റാം പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുമ്പ് അയാൾ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതോടൊപ്പം ഇഹ്റാമിലേക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത്? ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജതൻ അല്ലെങ്കിൽ ലബ്ബൈക ഹജ്ജതൻ എന്നൊരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
പ്രഖ്യാപിച്ചാൽ അതിനുശേഷം അയാൾ ചില കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം എന്നത് ഇഹ്റാമിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ താൻ ഒരു ആരാധനയിലേക്ക് പ്രവേശിക്കുവാനുള്ള മനസ്സിന്റെ തീരുമാനത്തെയാണ് നീയത്ത് എന്ന് പറയുക. അത് ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് വിളിക്കുക, ഇഹ്റാം എന്ന് പറയുക. പക്ഷെ ഹജ്ജിന്റെയും ഉംറയുടെയും നീയത്തിന്റെ ഒരു പ്രത്യേകത, അത് മനസ്സിൽ കരുതൽ മാത്രമല്ല, പ്രഖ്യാപനം കൂടി ഉണ്ടാകും. അതാണ് നമ്മളൊക്കെ പറയണത്. എന്ത് പറയാ, പറ ലബ്ബൈക ഹജ്ജത്തൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് നമ്മൾ പറയാം. ഈ പ്രഖ്യാപനമാണ് ഇഹ്റാം എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഏത് അമലിന്റെയും സ്വീകാര്യത, അതിന്റെ ഖബൂലിയത്ത് നിൽക്കുന്നത് നീയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് കൃത്യമാണെങ്കിൽ ആ അമൽ പ്രതിഫലം ലഭിക്കും, അതല്ലെങ്കിൽ ലഭിക്കില്ല. കേവലം അതിന്റെ പുറമോടി കൊണ്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ അവസാനം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റുക്ന് എന്ന് പറയുന്നത് അൽ വുഖൂഫ് ബി അറഫ, അറഫയിൽ നിൽക്കലാണ്. അറഫയിൽ നിൽക്കുക എന്നതാണ് രണ്ടാമത്തെ ഫർള്. അതെന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഓരോന്നായിട്ട് വിശദീകരിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ പറയും. അത് അതിന്റെ റുക്നിൽ പെട്ടതല്ല, അതിലേക്ക് വരുന്നതാണ് ഇൻഷാ അല്ലാഹ്. തൽബിയത്തിനെ കുറിച്ചൊക്കെ എപ്പോൾ വിശദീകരിക്കല്ല ഓരോന്നും. മൂന്നാമത്തെ റുക്ന് തവാഫുൽ ഇഫാല അഥവാ 10ന്റെ അന്ന് ഏറ് കഴിഞ്ഞിട്ടുള്ള ഒഴുക്കിൽ ചെയ്യുന്ന തവാഫ്. നാലാമത്തത് അസ്സഈ, അതായത് തവാഫുൽ ഇഫാലയുടെ കൂടെ ചെയ്യുന്ന സഈ. ആ സഈ ആണ് നാലാമത്തെ. അപ്പൊ എത്ര പറഞ്ഞു ഞാൻ? 1 ഇഹ്റാം, 2 അറഫയിൽ നിൽക്കുക, 3 തവാഫുൽ ഇഫാല, 4 സഈ. ഈ 4 കാര്യങ്ങൾ ആണ് ഹജ്ജിന്റെ റുക്നുകൾ. ഇതിൽ 4-ൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, പോയാൽ അയാൾക്ക് എന്തുണ്ടാവില്ല? ഹജ്ജ് ഉണ്ടാവില്ല. അയാൾക്ക് ഹജ്ജ് നഷ്ടപ്പെടും. ഇനി ഈ പറയപ്പെട്ടതിൽ തന്നെ ചിലതൊക്കെ പരിഹരിക്കപ്പെടുന്ന ചില ഘട്ടങ്ങളുണ്ട്, ചില ആളുകളുമായി ബന്ധപ്പെട്ട്. അവർക്ക് അതല്ലെങ്കിൽ വേറൊന്ന് ചെയ്താൽ മതി എന്ന രൂപത്തിലുണ്ട്. അത് ഞാൻ ആ ചർച്ചയിൽ പറയും. അത് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ടതല്ല, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്തായാലും ഇതാണ് റുക്നുകൾ എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തത് ഹജ്ജിന്റെ വാജിബാത്തുകൾ ഏതൊക്കെയാണ്. അതായത് നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രതിക്രിയ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരക്രിയ കൊണ്ട് നമുക്ക് ഹജ്ജ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്. ഹജ്ജിന്റെ വാജിബാത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വാജിബാത്തുകളിൽ ഒന്നാമത്തത് അൽ ഇഹ്റാമു മിനൽ മീഖാത്ത്, മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. മീഖാത്തിൽ നിന്നായിരിക്കണം ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മീഖാത്തുകൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ മീഖാത്തുകൾ ഒന്ന് ആ നാട്ടുകാരുടെ മീഖാത്ത്, അല്ലെങ്കിൽ അതിലൂടെ വരുന്ന ആളുകളുടെ മീഖാത്തും അതായിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മീഖാത്ത്, നമ്മൾ വന്ന ആളുകൾ, കുറെ ആളുകൾ പല രൂപത്തിൽ വന്ന ആളുകളുണ്ട്. ഫ്ലൈറ്റിലുള്ള വരുന്ന ആളുകൾ, ജിദ്ദ റൂട്ടിലേക്ക് വരുന്ന ആളുകൾ, മിക്കവാറും ആളുകൾക്ക് കിട്ടുന്ന മീഖാത്ത് ത്വായിഫിലെ മീഖാത്താണ്. ഖർനുൽ മനാസിൽ എന്നോ സൈരുൽ കബീർ എന്നോ പറയുന്ന മീഖാത്ത്. ഏകദേശം ആ മീഖാത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക. പിന്നെ അടുത്ത ടൈം ഒരു 20 മിനിറ്റ് കൊണ്ട് വണ്ടി എന്ത് ചെയ്യും, ലാൻഡ് ചെയ്യും. മീഖാത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സേരണ്ട് 95 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടുള്ളൂ. 80 മീഖാത്തിലേക്ക് ഇവിടുന്ന് ഏകദേശം നമ്മൾ മക്കത്തുനിന്ന് ഏകദേശം 80-85 കിലോമീറ്റർ ഉള്ളിലേ വരുള്ളൂ. അപ്പം പറഞ്ഞു വരുന്നത് അതാണ് മീഖാത്ത്. പക്ഷെ നമ്മൾ ഹജ്ജിന് ഇനി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എവിടുന്നാണ്? എവിടെയാണോ നമ്മളുള്ളത് അവിടുന്നാണ്. എവിടെയാണോ, അഥവാ മക്കത്താണല്ലോ എല്ലാവരും ഉണ്ടാകുക. അവരവിടുന്ന് എവിടുന്നാണെങ്കിലും, മക്കയിൽ അവര് ഹറമിന്റെ അടുത്താണോ, മീഖാത്തിന്റെ അടുത്താണോ, ഇനി വേറെ എവിടെങ്കിലും ആണ്, എവിടെയാണെങ്കിലും അവർ നിൽക്കുന്ന എവിടുന്നാണോ അവിടുന്ന് എന്ത് ചെയ്യാൽ മതി, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി.
ഇപ്പൊ നമ്മൾ നേരത്തെ മിനയിലെത്താണ്, മിനയിലാണ് നിൽക്കണമെങ്കിൽ മിനയിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. മനസ്സിലായോ? എവിടെയാണോ ആളുള്ളത് അവിടുന്ന് മീഖാത്ത്, അത് തന്നെയാണ് ഇരിക്കുന്നത്. യൗമ തർവിയിലെ മീഖാത്ത് മക്കയിലുള്ള ആളുകൾക്ക് അവർ നിൽക്കുന്ന സ്ഥലം തന്നെയായിരിക്കും മീഖാത്തായിട്ട് വരിക. അതുകൊണ്ട് അവർ അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് വാജിബ് അറഫയിൽ നിൽക്കുന്നത് എവിടം വരെ നിൽക്കണം? പകല് നിൽക്കുന്നയാൾ സൂര്യൻ മധ്യാഹ്നത്തുനിന്ന് തെറ്റിയത് മുതൽ മഗ്രിബ് വരെ എന്ത് ചെയ്യണം? അവിടെ നിൽക്കുക എന്നതാണ്. മനസ്സിലായോ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് അങ്ങനെയാണ്. അറഫയിലെ നൃത്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് ഓരോന്നും പറയാം. എന്തായാലും അറഫയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യാം? മധ്യാഹ്നം തെറ്റിയത് മുതൽ എവിടം വരെ? സൂര്യാസ്തമയം ഉറപ്പാകുന്നത് വരെ നിൽക്കുക എന്നതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് മുസ്ദലിഫയിൽ രാപ്പാർക്കുക എന്നതാണ്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക. നാലാമത്തത് അയ്യാമുത്ത തശ്രീഖിന്റെ രാത്രികളിൽ മിനയിൽ രാപ്പാർക്കുക. അയ്യാമുത്ത തശ്രീഖിന്റെ അഥവാ 11, 12, 13 3 ദിവസങ്ങളിൽ നേരത്തെ പോകുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യാം? 3 ദിവസവും അവിടെ രാപ്പാർക്കുക, രാത്രി താമസിക്കുക. അഞ്ചാമത്തത് 3 ജംറകളെയും തുടർച്ചയായി എറിയുക. 3 ദിവസം എറിയണം ആ ഏറിനെ, അതാണ് അഞ്ചാമത്തത്. ആറാമത്തത് ഹജ്ജിന്റെ അവസാനമായി വരുന്ന അല്ലെങ്കിൽ തഹല്ലുലിന്റെ ഭാഗമായി വരുന്ന മുടി വെട്ടുക, മുടി വടിക്കുക. വടിക്കല് പുരുഷന്മാർക്കും വെട്ടല് സ്ത്രീകൾക്കുമാണ്. അപ്പൊ എന്ത് ചെയ്യാ? ആറാമത്തതാണ്. ഏഴാമത്തത് തവാഫുൽ വിദാഅൻ. ഒക്കെ അങ്ങോട്ട് വരും. തവാഫുൽ വിദാഅൻ, തവാഫുൽ വിദാഅ് അഥവാ വിട പറയുന്ന തവാഫ്. ആ തവാഫും നിർവഹിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വാജിബാത്തുകൾ. ബാക്കി ആ കൂട്ടത്തിൽ വരുന്നത് എന്തൊക്കെ ഉണ്ട്? അതൊക്കെ ഹജ്ജിന്റെ സുനനുകളിൽ പെട്ടതാണ്. ബാക്കിയെല്ലാം ഹജ്ജിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. ഈ പറയപ്പെട്ട ഫറളും വാജിബാത്തുകളും ഒഴിച്ച് ബാക്കിയെല്ലാം ഹജ്ജിന്റെ സുനനുകളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ വാജിബും പറഞ്ഞു, ഫറളും പറഞ്ഞു കഴിഞ്ഞു. വാജിബും പറഞ്ഞു, ഫറളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഓരോന്നിലേക്കും കടന്നു പോകേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തത് തർവിയത്തിന്റെ ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തത് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് യൗമു തർവിയ എന്നാണ് 8ന്റെ അന്നത്തെ ദിവസത്തിന് പേര്. ശ്രദ്ധിക്കണം, നമ്മുടെ ഹജ്ജിന്റെ പ്രവർത്തനം നടക്കുന്ന ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ട്. ദുൽഹിജ്ജ 8-ന് യൗമു തർവിയ എന്ന് പറയും. എന്ത് പറയും? തർബിയത്തല്ല കേട്ടോ, വാവാണ്. തർവിയ, യൗമു തർവിയത്ത് എന്ന് പറയും. രണ്ടാമത്തെ ദിവസം 9ആണ്, ദുൽഹിജ്ജ 9. യൗമു അറഫ. 10ാമത്തെ ദിവസം യൗമുൻ നഹർ. അതെ, പെരുന്നാൾ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ബലി ദിവസം. അടുത്ത പിന്നെ 3 ദിവസങ്ങളാണ്, 11, 12, 13. ഇതിനെ എന്ത് പറയാ? അയ്യാമുത്ത തശ്രീഖ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഈ ഹജ്ജിന്റെ അമല അടക്കണ അത്രയും ദിവസങ്ങൾക്കും ഓരോ പേരുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ദിവസമാണ് യൗമു അത്തർവിയ. എന്തുകൊണ്ടാണ് അത്തർവിയത്ത് എന്നതിന് പേര് വന്നത്? തർവിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ കുടിവെള്ളം, അഥവാ നമ്മൾ ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കല്ലേ, ദാഹം ശമിപ്പിക്കല്ലേ, അതിനെയാണെന്ന് പറയാ തെർവിയത്ത് എന്ന് പറയാം. അതിന് എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന് നോക്കുമ്പോൾ, പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ അറഫയിലേക്കും മിനയിലേക്കും ഒക്കെ വരുന്ന ആളുകൾക്ക് വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഹജ്ജിന് പോകുമ്പോൾ മിനയിലേക്ക് 8ാമത്തെ ദിവസമല്ലേ പോവുക. ആ പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് തലേ ദിവസം പോകുമ്പോൾ അവരെന്ത് ചെയ്യും? വെള്ളം, ആവശ്യമുള്ള കുടിവെള്ളം അവർ ഇവിടുന്ന് ചുമന്നുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ തങ്ങളുടെ ദിവസങ്ങളിലേക്ക് ദാഹശമനത്തിനുള്ള വെള്ളം ശേഖരിച്ചു പോകുന്ന ദിവസം
എന്ന പേരിൽ ആ ദിവസത്തിന് എന്ത് പറഞ്ഞു? യൗമു തർവിയ എന്ന് പറയും. ഇനി ഒരു പേരും കൂടെ അതിനുണ്ട് കേട്ടാ, യൗം അന്നഖല. നഖൽ എന്നോ അല്ലെങ്കിൽ നഖലിയ എന്ന് പറഞ്ഞു. ഗൾഫിലുള്ള ആളുകൾക്ക് ഇത് പെട്ടെന്ന് തിരിഞ്ഞിട്ടുണ്ടാവും. അതായത് നിൽക്കുന്നിടത്ത് നിന്ന് ഒരു പ്രവർത്തനത്തിന് വേണ്ടി നീങ്ങിപ്പോകുന്ന ദിവസം. നഖൽ ജമാഇ എന്ന് കേട്ടിട്ടില്ലേ? അല്ലേ? ഗൾഫിലുള്ള ആളുകൾക്കറിയില്ലേ നഖൽ ജമാഇ? നഖൽ ഖാസ എന്നൊക്കെ പറയാം. അത് ശരിക്കും ഇവിടുന്ന് ഒന്നിലേക്ക് ട്രാൻസിറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അങ്ങനെ പോകുന്ന ദിവസം എന്ന പേരിൽ അന്നഖല അല്ലെങ്കിൽ നഖലിയ എന്ന പേരിലും എന്ത് ചെയ്യും? ആ ദിവസം അറിയപ്പെടുന്നുണ്ട്. അപ്പൊ യൗമു തർവിയ എന്നത് 8ാമത്തെ ദിവസമാണ്. അന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? അന്നാണ് നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയം. ഒരു ഉച്ചയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും? അവിടെ എത്തുക എന്നതാണ് അതിന്റെ സാധാരണ രൂപം. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി പ്രകാരം ഓരോ മുത്തൗഫും തീരുമാനിക്കുന്ന പ്രകാരം ഒരുപക്ഷെ തലേന്ന് രാത്രിയോ അല്ലെങ്കിൽ നേരം വെളുക്കുന്ന സമയത്തോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും? ആളുകളെ ഇവിടുത്തെ ഈ പ്രശ്നം, ഈ തിരക്കും പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം ഓരോരുത്തർക്കും നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് എത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എത്തുമ്പോൾ നമ്മൾക്ക് യൗമു തർവിയ അവിടെ നിന്നായിരിക്കും നമ്മൾ ഇഹ്റാമിൽ അപ്പൊ നമ്മൾ നമ്മുടെ ടെന്റിൽ നിന്നായിരിക്കും ഇഹ്റാമിൽ പ്രവേശിക്കുക. ഇൻ കേസ് ഞാൻ പറഞ്ഞ പോലെ എല്ലാത്തിനും സജ്ജമായിരിക്കണം നമ്മൾ. ഇനി അങ്ങോട്ട് നമ്മൾ നമ്മുടെ കയ്യിലല്ല കേട്ടോ. അതെ 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 അത് ഏത് സമയത്തും അങ്ങനെ സംഭവിക്കാം. കാരണം നമ്മളൊക്കെ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, 7ന്റെ രാത്രി തന്നെ അവിടെ കൊണ്ട് തട്ടലുണ്ട്. അതെ അതെ, മിക്കവാറും സംഭവിക്കും. അത് അറിയിക്കും. അത് ഇവിടുന്ന് ഇൻഷാ അല്ലാഹ് മുത്തൗഫിന്റെ റിപ്പോർട്ട് വരുമ്പോൾ നൗഷാദ് സാഹിബ് അത് അറിയിക്കും നമ്മളെ എപ്പോഴാണ് പോകുന്നത് എന്നുള്ളത്. പക്ഷെ ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മൾ 8-ന് പോകുമ്പോൾ ചിലപ്പോൾ സ്പേസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറാനുള്ള ചാൻസസ് ഉണ്ട്. കഴിയുന്ന തലേന്ന് പോയി സേഫ് ആവുന്നത് നല്ലത്. അതെ, അപ്പൊ രണ്ടായാലും മറ്റേതാണെങ്കിൽ ഇവിടുന്നായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അവിടുന്നായിരിക്കും. അപ്പോൾ യൗമു തർവിയയിൽ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടവരാണ് നമ്മൾ. അപ്പൊ സ്വാഭാവികമായിട്ട് തലേന്ന് രാത്രിയാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നെന്ന് വെക്കാൻ. അങ്ങനെ വെച്ചാൽ നമ്മൾ സാധാരണ പോലെ പോകുന്നു. അവിടുന്ന് പിറ്റേ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇഹ്റാമിൽ പ്രവേശിക്കാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? സാധാരണ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ ചെയ്തിരുന്നത്, എന്തൊക്കെയാണോ നമ്മൾ ചെയ്തിരുന്നത്, അതൊക്കെ എന്ത് ചെയ്യണം. അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. അതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഈ സുഗന്ധം എന്ന് പറയപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അയാളുടെ ശരീരത്തിലൊക്കെ എന്ത് ചെയ്യാം? സുഗന്ധം ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ വസ്ത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യാം? സുഗന്ധം ഉപയോഗിക്കാം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. അപ്പൊ നമ്മൾ കുളിച്ച് വൃത്തിയായി കാര്യങ്ങൾ, ഞാൻ അതൊന്നും വിശദീകരിക്കാത്ത എന്താ വെച്ചാൽ അത് ചെയ്തു വന്ന ആളുകളായതുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് അതിലേക്ക് എന്ത് ചെയ്യണ്ട, കൂടുതൽ പോകേണ്ടെന്ന് വെച്ചിട്ട്. അപ്പൊ എന്ത് വേണം? വളരെ വ്യക്തമായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം. അത് ചെയ്ത് ഏകദേശം ഉച്ചയോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. അപ്പോ ലബ്ബൈക ഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കാം. ഇനി കൂട്ടത്തിൽ സ്വന്തത്തിനല്ലാതെ വേറൊരാൾക്ക് വേണ്ടിയാണ് ഒരാൾ ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ, തനിക്ക് വേണ്ടിയല്ല വേറൊരാൾക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യണമെങ്കിൽ, അയാളുടെ മനസ്സിൽ അയാൾ കൃത്യമായി എന്ത് ചെയ്യണം? ആദ്യം തീരുമാനിച്ചിരിക്കണം, ഞാൻ ഇന്ന ആൾക്ക് വേണ്ടിയാണ് പറയാ. പിന്നെ ചില പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടു കാണാം. അയാൾ എന്ത് ചെയ്യാ? പറയുമ്പോൾ എന്ത് പറയണം? ഞാൻ ഹജ്ജ് ചെയ്യുന്നു അൻ ഫുലാനിൻ ഔ അൻ അബി ഔ അൻ ഉമ്മി. എന്താണോ, ആർക്കാണോ അയാൾ ചെയ്യണത്, പാപ്പക്കാണോ ഉമ്മക്കാണോ അല്ല ഇന്ന ആൾക്കാണോ ഇന്ന ആളുടെ മകനാണോ എങ്കിൽ അതുകൂടി അയാൾ എന്ത് ചെയ്യണം? അതിലേക്കൊന്ന് മെൻഷൻ ചെയ്യണം എന്നും ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ച് കാണാം. പക്ഷെ എന്ത് മതി? അതിന്റെ ശരിയായ രൂപം അയാളുടെ മനസ്സിൽ അയാൾ തീരുമാനിക്കുക. പ്രഖ്യാപനം എന്ത് പറയണം? ലബ്ബൈക ഹജ്ജൻ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അയാൾ ചെയ്യുന്നത് ധാരാളമായി തൽബിയത്ത്
ചൊല്ലുക എന്നതാണ്. തൽബിയത്ത് ചൊല്ലുക എന്നതാണ്. തൽബിയത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാനുണ്ട്. തൽബിയത്ത് എന്ന് പറയുന്നത് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പറയാം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും അല്ല, പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയതും വെച്ച് ഞാൻ പറയാണ്, തൽബിയത്ത് ചൊല്ലാൻ പിശുക്കുള്ള ആളുകളാണ്. ഇനി അഥവാ ചൊല്ലുകയാണെങ്കിൽ പോലും പെണ്ണുങ്ങൾ ചൊല്ലണ മാതിരി പതുക്കെ ചൊല്ലുമല്ലോ. എന്തോ ഒരു കുറവാണ് നമുക്ക്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഈ സാധനം എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ തൽബിയത്ത്? തൽബിയത്ത് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തൽബിയത്ത് പഠിപ്പിച്ചു തന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ തൽബിയത്ത് ഉംറ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ പള്ളി കഅബയിലേക്ക് അഥവാ മസ്ജിദ് ഹറാമിലേക്ക് കയറുന്നത് വരെ മാത്രമേ ഉള്ളൂ. അല്ലേ? ശരി. എന്നാൽ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ തൽബിയത്ത് ദുൽഹിജ്ജ 8 അന്ന് ആ ഉച്ചക്ക് മുമ്പ് അയാൾ ഇഹ്റാമിൽ പ്രവേശിച്ചതു മുതൽ ഏതുവരെ? ജംറത്തുൽ അഖബയിൽ എറിയുന്നത് വരെ തൽബിയത്ത് വേണം. അപ്പോ 8 വേണം, 9 വേണം, 10 വേണം. 10 ആ തുടക്കം വരെ. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? തൽബിയത്ത് വന്നുകൊണ്ടേയിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ അയാൾക്ക് തക്ബീറും പറയാം എന്നും ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. അപ്പൊ തൽബിയത്തും തക്ബീറും രണ്ടും ചെല്ലാവുന്നതാണ് എന്ന് ഹദീസിൽ കാണുന്നത് കൊണ്ട് തൽബിയത്താണ് പ്രധാനം. അപ്പൊ നിർത്താതെ അയാൾ എന്ത് ചെയ്യണം? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോ എന്താണ് തൽബിയത്തിന്റെ പ്രത്യേകത? ഒന്നാമത്തത്, തൽബിയത്തിന്റെ ശ്രേഷ്ഠത പറയുമ്പോൾ ഒന്നാമത്തത്, അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ് എന്ത്? തൽബിയത്ത് എന്നുള്ളത്. അതെന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമു തർവിയയിൽ അവിടുന്ന് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന പ്രക്രിയകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് പ്രഖ്യാപിച്ചതിനെ കുറിച്ച് ഹദീസിൽ കാണുന്ന വാക്ക് ഫഅഹല്ല ബിത്തൗഹീദ് എന്നാണ്. ഫഅഹല്ല ബിത്തൗഹീദ്. നബി തങ്ങൾ തൗഹീദിനെ ശക്തമായി ഉറക്കെ പ്രഖ്യാപിച്ചു. അഹല്ല എന്ന് പറഞ്ഞാൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ അർത്ഥം. തൗഹീദിനെ പ്രഖ്യാപിച്ചു എന്നാണ്. എന്താണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഒരു ക്ലാസ് 1 മണിക്കൂർ നേരം അല്ലെങ്കിൽ 1.5 മണിക്കൂർ നേരം സംസാരിക്കേണ്ടത് ഈ ഒരൊറ്റ വാചകത്തെ കുറിച്ചാണ്. അതൊരു പ്രഖ്യാപനമാണ്. എന്തിന്റെ? തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. താൻ സമ്പൂർണനായ അടിമയാണെന്ന പ്രഖ്യാപനം. ലബ്ബൈക് എന്ന പദത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? അതൊരാള് വിളിക്കുന്നതിന് ഉത്തരം പറയലാണ്. അല്ലേ? യാ അബ്ദുറഹ്മാൻ ലബ്ബൈക് ലബ്ബൈക്. ഇപ്പൊ അറബികളൊക്കെ ഷേഖുമാരൊക്കെ വിളിച്ചാൽ എന്താ? ലബ്ബൈക് യാ സീദി. റസൂല വിളിക്കും പറയും ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ് എന്ന് സഹാബികൾ പറയുന്നത് കാണാം. ലബ്ബൈക് എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടെ ആദരവോടെ വിളിക്കുള്ള ഉത്തരമാണ്. റബ്ബിന്റെ വിളിക്കുള്ള ഉത്തരം. അത് ബഹുമാനത്തോടെ നമ്മൾ പറയാൻ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്. നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ആ ഒരു പങ്കുകാരും നിനക്കില്ല. നിന്റെ വിശേഷണങ്ങളിൽ കൂറായി ഒരാളുമില്ല. അത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. നിന്റെ വിശേഷണങ്ങൾ, നിന്റെ കഴിവുകൾ, നിന്റെ പ്രത്യേകതകൾ ഒരാൾക്കുമില്ല. അത് ഗൗരവതരമായ വാക്കാട്ടോ. ഇവിടെയാണ് ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ തൽബിയത്ത് റസൂൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു തൽബിയത്ത് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ഇല്ലേ? ഈ തൽബിയത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു തൽബിയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ തൽബിയത്ത് എന്തായിരുന്നു? അത് തൗഹീദിന്റെ പ്രഖ്യാപനമായിരുന്നില്ല.
അത് ഷിർക്കിന്റെ തൽബിയത്തായിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അത് ഈ തൽബിയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഈ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്തുകൊണ്ട് നടന്ന ആളുകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് കൊല്ലങ്ങളിൽ ഈ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ചൊല്ലിയ തൽബിയത്തായിരുന്നു അത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുകയാണ്. നിനക്കൊരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരനൊഴിച്ച്. ആ പങ്കുകാരൻ സ്വയം നിർമ്മിതമായവനല്ല, സ്വയം കഴിവുള്ളവനല്ല. പിന്നെയോ ഹുവലക്ക, അവൻ നിനക്കുള്ളതാണ്. തംലികുഹു, അവനെ നീ ഉടമപ്പെടുത്തുന്നു. വമാ മലക്ക, അവൻ ഉടമപ്പെടുത്തിയതും നീ ഉടമപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ നീ കൊടുത്ത കഴിവുള്ള ആള് എന്നർത്ഥം. പൂർണ്ണമായും നിന്റെ അധീനതയിലുള്ള ആളെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിന്നോടൊപ്പം പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞിരുന്ന തൽബിയത്തിനെ എടുത്തെറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലാ ശരീക ലക് എന്ന പ്രഖ്യാപനം അല്ലാഹു റസൂൽ ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ പറയും, കത് 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 നിർത്തോടെ, അവിടെ നിർത്ത്. അവിടെ നിർത്തിയിരുന്നെങ്കിൽ അവിടെയാണ് ഈ തൽബിയത്ത് പറയുന്നത്. ഇത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ എന്റെ കൽബിൽ അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല, അവന് യാതൊരു പങ്കുകാരില്ല. അല്ല കാണുന്നത് പോലെ കാണുന്നവനില്ല, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുന്നവനില്ല, അല്ല സഹായിക്കുന്നത് പോലെ സഹായിക്കുന്നവനില്ല, അല്ല അറിയുന്നത് പോലെ അറിയുന്നവനില്ല. അങ്ങനെ അള്ളാന്റെ വിശേഷണം ഒരാൾക്കുമില്ല. ഉണ്ടോ? ഉണ്ടോ? അല്ല കൊടുത്ത കിട്ടൂലേ? മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കണ്ട? കൊടുത്ത കിട്ടൂലേ? അല്ല കൊടുത്ത കിട്ടൂലേ? എന്താണ് നിങ്ങളെ കഥ? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ല എല്ലാത്തിനും കഴിവുള്ളവനല്ലേ? അല്ലേ ഖുർആൻ പറയാ അല്ലേ? അപ്പൊ അല്ല കൊടുത്താലോ? കൊടുത്താൽ കിട്ടൂലേ? അല്ല കൊടുത്താൽ കിട്ടൂല എന്ന ചോദ്യം. കൊടുത്താൽ കിട്ടൂലേ? കിട്ടോ? കിട്ടോ? കൺഫ്യൂഷനായ? യെസ്, ദാറ്റ്സ് എ പോയിന്റ്. കൊടുക്കൂല. കൊടുത്താ പിന്നെ എന്ത് ചെയ്യും? ഈ വാക്കിന് അർത്ഥമല്ല. എന്നെ പോലെ അള്ളാഹുവിനെ പോലെ എല്ലാത്തിനും കഴിവുള്ള ഒരാളുണ്ട് എന്ന് അള്ളന്നെ കൊടുത്തു വെച്ചാല് പിന്നെ അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന് പറയുന്ന വല്ല അർത്ഥം ഉണ്ടാ? അപ്പൊ അല്ല കൊടുക്കൂലെന്ന് ഉറപ്പായില്ലേ? കൊടുക്കൂലെന്ന് ഉറപ്പായില്ലേ? അത് നബിക്ക് കൊടുക്കോ? നബിയിനും കൊടുക്കൂല, വലിയനും കൊടുക്കും. നബിക്ക് കൊടുക്കൂലെങ്കിൽ പിന്നെ വലിയനും കൊടുക്കോ? അപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എന്ത്? അപ്പൊ ഈ നബിക്കൊക്കെ കിട്ടിയല്ലേ മോചത്ത് അല്ലേ? അല്ലേ? മോചത്ത് നബിക്ക് കിട്ടിയതല്ലേ? കൊടുത്തല്ലേ? നബിക്ക് കൊടുത്തിട്ടില്ലേ മോചത്ത്? ഒക്കെ തലയാട്ടുന്നുണ്ട് കേട്ടാ. കൊടുത്തുക്കണ? കൊടുക്കൂല. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ എന്താ? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അശക്തമാക്കുന്നത് എന്നാണ്. ആരെ? അല്ലല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റൂലത്. അല്ലല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം എങ്ങനെ നബി ചെയ്യാ? എങ്ങനെ നബിമാര് ചെയ്യാ? ചെയ്യൂല. അപ്പൊ പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം തന്നെ മുഅ്ജിസത്ത് തന്നെയാണ്. അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനപ്രകാരം, അവന്റെ ഉദ്ദേശപ്രകാരം, അവൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിനു വേണ്ടി ഇവരിലൂടെ ഇങ്ങനെ പ്രകടമായി എന്ന് മാത്രം. അതിൽ ഇവർക്ക് യാതൊരുവിധ ആക്സസും ഇല്ല. ഇവിടെ കിട്ടിയതാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, പിന്നെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താം. കിട്ടിയതല്ലെങ്കിലോ ഉപയോഗപ്പെടുത്താൻ പറ്റൂല. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ്? ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലൂടെ വെള്ളം വന്നില്ലേ? വന്നോ? ഇല്ലേ? വന്നില്ലേ? വന്നു. ആ വെള്ളം ആയിരക്കണക്കിന് ആളുകൾ കുടിച്ചില്ലേ? കുടിച്ചോ? കുടിച്ചു, ഒതുവെടുത്തു, ഒക്കെ കഴിഞ്ഞു. പിന്നെ എപ്പോഴെങ്കിലും നബി തങ്ങളുടെ കയ്യിലോ വെള്ളം വന്നിനോ? ക്ഷാമമില്ലാഞ്ഞിട്ടാണോ? വലിയ പ്രയാസങ്ങളുള്ള സമയത്തും നബി തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം വന്നോ? യഥാർത്ഥത്തിൽ ഈ കൈക്ക് ആ വെള്ളം വരാനുള്ള കഴിവോട് ഉണ്ടായിരുന്നെങ്കിൽ വെള്ളം വരൂലേ? വരണ്ടല്ലേ? ആണോ? അല്ലേ? ആണ്. അപ്പൊ എന്താ? അത് ആ ടൈമിന് ആവശ്യമുള്ള സമയത്ത് അള്ളാഹു എന്ത് ചെയ്തു? നബിയെ കൈ കൊണ്ട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അതിലൂടെ വെള്ളം കൊണ്ട് വന്നു. അപ്പൊ കാണുന്നവർക്ക് എന്താണ്? ഇത് നബിതങ്ങൾ
ചെയ്തതാണ് എന്നാണ്. യഥാർത്ഥത്തിൽ എൻ്റെ വാക്യം എന്താണ്? അതല്ല. ഇനി ഞാനൊരു സാധാരണ ഉദാഹരണം പറഞ്ഞുതരാം. നൗഷാദ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. നൗഷാദ് ഒരു 10,000 ഉറുപ്പ്യ എൻ്റെ കയ്യിൽ തന്നു. 10,000 ഉറുപ്പ്യ എനിക്ക് തന്നിട്ട് പറഞ്ഞു, അതെന്ത് ഞങ്ങൾ ഇന്നയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു, അവർക്കൊക്കെ ഒന്ന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കയ്യിലൂടെ വന്ന 10,000 രൂപ എന്ത് ചെയ്തു? അങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ നിന്നൊരാള് കാണുന്നുണ്ട്, ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ പൈസ കൊടുത്തു. ഭയങ്കര പൈസ ഇട്ട മൂപ്പരകയിൽ പൈസ ഉണ്ടാവും. പിന്നെ ഒരു ആവശ്യം വരുന്ന വിത്ത് അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, നിങ്ങൾ കുറച്ച് പൈസ തരുന്ന സഹായിക്കും. അതെന്താ? അല്ല, നിങ്ങൾ അയാൾക്കൊക്കെ പൈസ കൊടുത്തല്ലേ, നിങ്ങളെ കയ്യിൽ ഉണ്ടാവൂലേ, നിങ്ങൾ എനിക്ക് തന്നെ. അപ്പൊ ഞാൻ എന്താ പറയാ, ചെങ്ങായി അത് എൻ്റെ അല്ലായിരുന്നു, അത് നൗഷാദ് കൊടുക്കാൻ തന്നത് എന്ത് ചെയ്ത് ഞാൻ അങ്ങോട്ട് കൊടുത്ത എൻ്റെ കയ്യിലൂടെ പോയി എന്ന് പറഞ്ഞാലല്ലാതെ എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ല. തിരിഞ്ഞോ? ഇതുപോലെയാണ് മുഅ്ജിസത്തിന് പ്രവാചകന്റെ കഴിവായി കണ്ടിട്ട് നബിതങ്ങളോട് ചോദിച്ചാൽ കിട്ടോ? ഇല്ല. കാര്യം എന്താ? അത് ആ പർട്ടിക്കുലർ ടൈമിൽ അതിലൂടെ വന്നങ്ങോട്ട് പോകുന്ന സാധനമാണ്. ക്ലിയർ ആയോ? ഇനി ഇതിന് നിന്റെ വകയ അഭിപ്രായം നിങ്ങൾ വിചാരിക്കണ്ട കേട്ടാ. അള്ളാന്റെ ഖുർആൻ വേണോ? ആയത്തം പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ കാണാം, റസൂല മണ്ണ് വാരി എറിഞ്ഞൊരു സംഭവം പറയുന്നില്ലേ? നബിതങ്ങൾ മണ്ണ് വാരി എറിഞ്ഞില്ലേ ശത്രുവിന്റെ കണ്ണിലേക്ക്? ഇല്ലേ? ആ സംഭവം ഖുർആൻ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞ വാക്കെന്താണോ? വമാ റമൈത ഇത് റമൈത വലാകിന്നല്ലാഹ റമ. വമാ റമൈത നീ എറിഞ്ഞില്ല, ഇത് റമൈത നീ എറിഞ്ഞ സന്ദർഭം, വലാകിന്നല്ലാഹ റമ എങ്കിലും അള്ളാഹു ആണ് എറിഞ്ഞത്. നബിതങ്ങൾ എറിഞ്ഞു എന്നുള്ളത് ഉറപ്പല്ലേ? എറിഞ്ഞു. പിന്നെ അള്ള എന്താ എറിഞ്ഞില്ല എന്ന് പറഞ്ഞ്? എന്നാ അള്ള എന്നെ പറഞ്ഞു നീ എറിഞ്ഞപ്പോൾ എന്ന്. നീ എറിഞ്ഞില്ല, അള്ളയാണ് എറിഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? നീ എറിഞ്ഞാൽ അവിടെ മണ്ണ് വീഴുള്ളൂ, സാധാരണ ആളുകൾക്ക് എറിയുന്ന പോലെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണിൽ മണ്ണെത്തണമെങ്കിൽ എന്ത് പറ്റൂല? ആ ഏറുകൊണ്ട് പറ്റൂല. അതിലെന്ത് വേണം? അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവന്റെ ഇടപെടൽ കൊണ്ടാണ് സംഭവിച്ചത്. ക്ലിയർ ആയി ഞാൻ പറഞ്ഞു? ഇതാണ് തൽബിയത്തിന്റെ പ്രഖ്യാപനം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക് എന്ന് പറഞ്ഞ ശിർക്കൻ തൽബിയത്തിനെ തകർത്തെറിഞ്ഞിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച അവിടെ ശരീക് ലാ ശരീക ലക് എന്നവിടെ അവസാനിപ്പിച്ചു. ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക് ലാ ശരീക ലക്. ക്ലിയർ ആയോ? അപ്പൊ തൽബിയത്ത് എന്നത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. രണ്ടാമത്തത്, തൽബിയത്ത് പ്രഖ്യാപിക്കുന്ന ആൾക്ക് സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നു എന്നാണ്. ഒരാൾ തൽബിയത്ത് ചൊല്ലിയാൽ, ഇങ്ങോട്ടോ, തൽബിയത്ത് ഉറക്കെ ചൊല്ലിയാൽ എന്താണ് ബെനിഫിറ്റ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാണാം, മാ അഹല്ല മുഹില്ലുൻ വലാ കബ്ബറ മുകബ്ബിറുൻ ഇല്ലാ ബുശ്ശിറ. തക്ബീർ ചൊല്ലുന്ന ഒരാളും തൽബിയത്ത് പ്രഖ്യാപിക്കുന്ന ഒരാളും അത് ചെയ്യുന്നില്ല, അയാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടല്ലാതെ. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഉണ്ടോ നബിയെ? ഖാല നഅം, അതെ. അപ്പൊ തൽബിയത്ത് ഉറക്കെ പ്രഖ്യാപിച്ചാൽ എന്ത് കിട്ടും? സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ആളുകളാകുമെന്നാണ്. വേണ്ട, അത് പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളും പറയണം. പക്ഷെ എന്ത് വേണ്ട? അവര് ഇവിടെ ഇർഫാണ്, അവിടെ എന്ത് ചെയ്യണം? താഴ്ത്തണം. ഇർബഉ, ഇവിടെ ഇർഫഉ, ഉറക്ക് പറ, അവിടെ പതുക്കെ പറ, എന്ന് വെച്ചാൽ സാധാരണ ലെവലിൽ പറഞ്ഞാൽ മതി. ഇനി മൂന്നാമത്തത്, തൽബിയത്ത് ഏറ്റവും ഉന്നതമായ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ റിപ്പോർട്ട് ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അയ്യുൽ അഅമാലി അഫ്ളൽ. നബിയോട് ചോദിക്കപ്പെട്ടു, നബി ഏത് അമലുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചയാണല്ലോ. ഖാല, അപ്പൊ റസൂൽ പറഞ്ഞു, അൽ ഹജ്ജു, ഹജ്ജു എന്നല്ലോ, അൽ ഹജ്ജു വസ്സജ്ജു, ഹജ്ജും സജ്ജുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു വേറൊരു ചോദ്യം, അയ്യുൽ ഹജ്ജ് അഫ്ളൽ, ഹജ്ജിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ഹജ്ജ് ഏതാണ് നബിയെ? അപ്പോഴും റസൂൽ പറഞ്ഞു, അൽ ഹജ്ജു വസ്സജ്ജു. എന്താണ് ഹജ്ജ്, എന്താണ് സജ്ജ്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജല്ലോ, ഐനാണ് ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തൽബിയത്ത് പ്രഖ്യാപിക്കുക, തൽബിയത്ത് ഉറക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. രണ്ടാമത്തത് സജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറവ് ഏറ്റവും ഭംഗിയായ എന്ത് ചെയ്യുക? അറവ് നടത്തുക.
ഈ രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണെന്ത് ഏറ്റവും നല്ല അമൽ, ഏറ്റവും നല്ല ഹജ്ജ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൽബിയത്ത് എന്ത് ചെയ്യണം? തൽബിയത്ത് എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇനി അടുത്തൊരു വാക്ക്, നാലാമത്തെ പ്രത്യേകത, തൽബിയത്ത് നിങ്ങൾ ഉറക്കെ ചൊല്ലുമ്പോ ആ തൽബിയത്തിന്റെ കൂടെ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ, നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങളുടെ കൂടെ കൂടും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മാ മിൻ മുസ്ലിമിൻ യുലബ്ബി ഇല്ലാ ലബ്ബ മൻ അൻ യമീനിഹി വശിമാലിഹി മിൻ ഹജറിൻ ഔ ശജറിൻ ഔ മദറിൻ ഹത്ത തൻഖതിഉൽ അർളു മിൻ ഹാഹുന ഇലാ ഹാഹുന മിൻ ഹാഹുന വഹാഹുന. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരാൾ തൽബിയത്ത് പ്രഖ്യാപിച്ചു, ഏതൊരാൾ തൽബിയത്ത് ചൊല്ലിയാലും അയാളുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമുള്ള മരങ്ങളും മണ്ണും കല്ലും അങ്ങനെ തുടങ്ങുന്നതെല്ലാം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എവിടം മുതൽ എവിടം വരെ? മിൻഹാഹുന വാഹുഹുന, അവിടെ 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 എന്ന് വെച്ചാൽ അത്രയും ദൂരത്തുള്ള വസ്തുക്കളൊക്കെ ഇയാളെ കൂടെ എന്ത് ചെയ്യും? തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി അഞ്ചാമത്തത്, തൽബിയത്താണ് ഹജ്ജിന്റെ ഷിആർ. ഹജ്ജിന്റെ ഷിആർ, ഹജ്ജിന്റെ അടയാളമാണെന്ത്? തൽബിയത്ത് ചൊല്ലുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഅനി ജിബ്രീൽ, ജിബ്രീൽ സലാം എൻ്റെ അടുത്ത് വന്നു, ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മുർ അസ്ഹാബക, ഓ മുഹമ്മദ് നബിയെ, നിന്റെ സഹാബികളോട്, നിന്റെ അനുയായികളോട് കൽപ്പിക്കണം, ഫൽയർഫഉ അസ്വാതഹും ബിത്തൽബിയ, അവർ തൽബിയത്ത് ഉറക്കെ പറയണമെന്ന് പറയണം. ഫഇന്നഹാ മിൻ ശിആരിൽ ഹജ്ജ്, അത് ഹജ്ജിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. തൽബിയത്ത് ഹജ്ജിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അങ്ങനെ പ്രഖ്യാപിക്കണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോ ഞാൻ 5 ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ടല്ലേ, 5 ശ്രേഷ്ഠതകൾ പറഞ്ഞു തൽബിയത്തുമായി. ഇനി മടിയുണ്ടോ തൽബിയത്ത് ഉറക്കെ പറയാൻ? ഉണ്ടോ? നമുക്ക് മാത്രമുള്ള നാണക്കേട് കേട്ടാ, നമുക്ക് കൈ ഉയർത്താൻ നാണക്കേട്, ഒരു കാര്യം ഉറക്കെ പറയാൻ നാണക്കേട്. എന്താ നമ്മളെ വിചാരം? ആളുകളൊക്കെ എന്നെ നോക്കണെന്നാണ്. ഇവിടെ നിങ്ങളാരും നോക്കാനില്ല, ഓരോരുത്തരും അവനവന്റെ പണിക്ക് നടക്കുന്നു. മനസ്സിലായി? ഓരോരുത്തരും അവരവരുടെ കാര്യമാണ്. കൈകൾ ഉയർത്തിയിട്ട് കണ്ണുകൾ നിറച്ച് റബ്ബിനോട് ദുആ അരക്കാൻ നമുക്ക് നാണക്കേട്. എന്താണ്? നമ്മളെ ആളുകൾ നോക്കുവോ, എന്ത് വിചാരിക്കുമെന്നാണ്. ഇതാണ് നമ്മളെ അവസ്ഥ. അതേ സമയത്ത് മറ്റു പല നാട്ടിലും വന്ന ആളുകളെ നോക്കുങ്ങൾ, ആരെയും നോക്കുന്നില്ല. അവരവർ റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ കൈകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രഖ്യാപനം നടത്തുന്നു, സങ്കടം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോകുന്നു അറഫയിൽ. ആ സമയം ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേര സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നു നോക്ക്, നനയാത്തൊരു കണ്ണും നിങ്ങൾ കാണില്ല. ഉയർന്നു നിൽക്കുന്ന കരങ്ങളല്ലാതെ എത്ര വലിയവനും ചെറിയവനും എല്ലാം ഒരുപോലെ റബ്ബിന്റെ കാരുണ്യത്തിന് വേണ്ടി കൈകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും നമുക്ക് കാണാൻ കഴിയും അറഫ മൈതാനത്ത്. എന്തുകൊണ്ടെന്നറിയോ? ഞാനും എൻ്റെ റബ്ബും മാത്രമായിട്ട് തനിക്കുന്ന സന്ദർഭമാണത്. ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് അങ്ങനെയാണ്, ഞാനും എൻ്റെ റബ്ബും മാത്രമാണ്. അതിന് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവോ, എൻ്റെ കുട്ടികളോ അവരൊന്നും എനിക്കിവിടെ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് അവരൊന്നും അല്ല. കാരണം എൻ്റെ റബ്ബ് ഞാനുമാണ്. അവിടെ എൻ്റെ റബ്ബിനോട് എനിക്ക് എന്തൊക്കെ പറയാനുണ്ട്, അതൊക്കെ എനിക്ക് എൻ്റെ റബ്ബിനോട് പറയാനുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് ഞാൻ പറയാം, തൽബിയത്തിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം? ഉറക്കെ നിങ്ങൾ പറയണം എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അത് ചെയ്യണം എന്നാണ് ഉണർത്താനുള്ളത്. ഇനി ചേർത്ത് പറയട്ടെ ഒരു കാര്യം കൂടി. ഈ യൗമു തർവിയയിൽ ചില ആളുകൾ ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും. അതും കൂടി ഒന്ന് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അതായത് ദുൽഹിജ്ജ 8-ന്റെ അന്ന് വരുന്ന അബദ്ധങ്ങൾ, ചില ആളുകളിലൊക്കെ മനസ്സിൽ ചില അബദ്ധങ്ങൾ കുടിയിരിക്കുന്നുണ്ട്. ആ അബദ്ധങ്ങൾ ഇല്ലാതാവണം. അതിലൊന്നാണ് ഈ 8-ന്റെ അന്ന് എഹ്റാമിൽ പ്രവേശിക്കുന്നത് മസ്ജിദുൻ നബവി, മസ്ജിദുൽ ഹറാമിൽ വെച്ചായാൽ വലിയ ഗുണല്ലേ. മക്കത്തെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലം ഏതാ? ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാ? നമ്മള് ഹജറുൽ അസ്വദ് ഒക്കെ നിൽക്കുന്ന കഅബാലയം ഉൾക്കൊള്ളുന്ന ഹറമാണ്. എന്നാ ഹജ്ജിന്റെ ആ ഹെറാം എവിടുന്ന് ആക്കാം? ഹറമെന്നാക്കാം. കുറച്ചും കൂടി പുണ്യം കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരു കാര്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടതെന്ന് അറിയാം, പുണ്യം എന്ന് പറയുന്നത് നമ്മളുടെ വിചാരത്തിനനുസരിച്ചല്ല, പിന്നെ അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചാണ്.
എന്തിനാ നമ്മളത് പുണ്യുണ്ട് എന്ന് പറയണത്? കൂലിയിട്ടല്ലേ? ആ കൂലി ആരാ തരേണ്ടത്? അള്ളാഹു. അവൻ തീരുമാനിക്കാത്തത് നിങ്ങൾ കൂലിയാക്കി കിട്ടും വിചാരിച്ച് നടക്കോ? നിങ്ങളൊരു പണിയെടുക്കാൻ പറഞ്ഞ ആ പണി നിങ്ങൾ ഭയങ്കരമായിട്ട് എടുത്താൽ കൂലി കിട്ടോ? നിങ്ങളെ വീട്ടിൽ ഒരാൾ തെങ്ങ് തുറക്കാൻ വേണ്ടി വിളിച്ചു. അയാൾ വന്നിട്ട് ആത്മാർത്ഥമായ പണി എന്ത്? നിങ്ങളെ വീട്ടിൽ ആകെ 5 തെങ്ങുള്ളത്, പിന്നെ ബാക്കിയുള്ളതൊക്കെ മറ്റു മരങ്ങളാണ്. അയാൾ എന്നെ വിളിച്ചല്ലേ, എന്തായാലും കൂലി കിട്ടുമല്ലോ എന്ന് വെച്ചാൽ അയാൾ തെങ്ങിനും കവുങ്ങിനും പ്ലാവിനും ഒക്കെ അങ്ങോട്ട് തുറന്നു നോക്കുക. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് പറയാം, നോക്ക് എങ്ങനെയുണ്ട് പണിയൊക്കെ ഉഷാറായിക്കണേ, എന്നാ പൈസ കൊടുക്ക്. എത്ര പൈസ? 5 തെങ്ങിന്റെ പൈസ. 5 അല്ല, ഞാൻ ഇതൊക്കെ ചെയ്തിക്കണ്. എന്നോടാരും പറയാം അതൊക്കെ ചെയ്യാൻ? അല്ല, ചെയ്യുമ്പോ ഒന്ന് വെടിപ്പാക്കി അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാത്തതിന് ഞാൻ കൂലി തരണ്ടല്ലോ. കൊടുക്കോ നിങ്ങൾ കൂലി? ഹലോ, കൊടുക്കോ? എന്നാലും ഓൻ ചെയ്തല്ലേ, കൊടുക്കട്ടെ പറയോ? കൊടുക്കോ? എന്താ മുണ്ടാത്ത്? കൊടുക്കൂല. എന്താ കാര്യം? അവിടെയാണ് അള്ളാഹു പറയുന്ന വാക്ക് എന്ത്? എന്നോട് ഇജ്ജ് എന്തിനാ പണിയെടുത്ത അവനോട് ചോദിച്ചോളി, നിന്റെ അടുത്തില്ല. അള്ള പറയുന്നത് അങ്ങനെയാണ്. ഈ എന്തിനാ പണിയെടുത്ത അവരെ പോയി ചോദിച്ചോളി, നിന്റെ അടുത്ത് കൂലിയില്ല. നിന്റെ അടുത്ത് പറഞ്ഞ പണി എന്താ? ആ പറഞ്ഞ പണിക്കുള്ള കൂലി വരും, അതിൽ കുറവൊന്നും ഉണ്ടാവില്ല. ഇന്നമാ യുവഫഫ് സ്വാബിറൂൻ അജ്റഹും ബിഗൈരി ഹിസാബ്. കൃത്യമാണ്, എല്ലാവർക്കും അമല് കിട്ടും. പക്ഷെ പറഞ്ഞ പണിക്കുള്ള കൂലി കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്താൽ എക്സാഗ്രേറ്റ് പണിക്കൊന്നും കൂലില്ല. എല്ലാ ദിവസവും നോമ്പെടുക്കാൻ തീരുമാനിച്ച ആളോട് റസൂൽ എന്താ പറഞ്ഞ്? നല്ല പണി എടുത്തോളിന്നാ ആണോ? രാത്രി ഉറങ്ങാതെ നിസ്കരിക്കും എന്ന് പറഞ്ഞവനോട് എന്താ പറഞ്ഞ്? നല്ല പണിയാണ്, രാത്രി ഉറങ്ങാതെ നിസ്കരിക്കല്ലേ ആണോ? കിട്ടൂല. അപ്പൊ എന്ത് വേണം? പുണ്യമാണോ, ഖൈറാണോ, അമലാണോ? അല്ല പറയണം, അള്ളയും റസൂലും പഠിപ്പിക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, അതിനുപകാരമുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട എവിടുന്ന? അവനവൻ താമസിക്കുന്നിടത്ത്, അവനവിടെ നിൽക്കുന്ന അവിടുന്ന് അടുത്ത് പോകണം. ഹറമിൽ പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നത് ശരിയല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഹജ്ജിന് ചില ആളുകൾ ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി തുണി ഉപയോഗിക്കാൻ, അയാൾ തൊട്ടു മുമ്പ് ഉംറക്ക് ഉപയോഗിച്ച തുണിയുണ്ട്, അത് ഹജ്ജിന് ഉപയോഗിക്കാൻ പറ്റുമോ? വൃത്തി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ എന്നാലും ആളുകൾ എന്ത് ചെയ്യില്ല, അത് ഉപയോഗിക്കില്ല. എന്താ കാര്യം? ഒരു മനസ്സിലൊരു ഇതാണ് അല്ലേ, ഹജ്ജല്ലേ, ഞാനൊരു അത് തന്നെ ഉപയോഗിക്കാം, മറ്റേത് ഉപയോഗിച്ചല്ലേ, അത് വേണ്ട. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് അയാൾ ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നാൽ ഹജ്ജിന് വേണ്ടി പ്രത്യേകം ഉണ്ടായാലേ ശരിയാകൂ. അത് ഉംറക്ക് ഇതാണ്, ഇനി അത് പറ്റൂല എന്നൊരാൾ തീരുമാനിക്കാൻ പാടില്ല. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ചിന്ത അങ്ങനെയാണ്. വേറെ ചില ആളുകളുണ്ട്, ഇത് പ്രത്യേകമായിട്ട് ഇവിടെ വന്നിട്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊന്നും അങ്ങനെ ചെയ്യണം. പിന്നെ ചില ആളുകളുടെയൊക്കെ മനസ്സിലുണ്ട്, ഹജ്ജിന് കയറുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും, ഈ തവാഫിന്റെ അല്ലെങ്കിൽ ഈ ഡ്രസ്സ്, ഈ സാധനം ഉണ്ടല്ലോ, 2 വസ്ത്രം, അത് കഴിവതും സംസം വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി ക്ലിയർ ആക്കി വെക്കും. എന്തിന്? ഹജ്ജിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന പൈശാചിക, ഇവന്റെ ഹജ്ജ് കൊളാക്കാൻ വേണ്ടി പടച്ചു തീരുമാനിക്കുക, ശൈത്താൻ തീരുമാനിച്ച് പിന്നാലെ നടക്കണം. അപ്പൊ അവന് തോന്നാണ് അങ്ങനെ പറ്റുള്ളൂ എന്ന്. മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഹജ്ജ് ചെയ്യാൻ അന്നത്തെ ദിവസം വരുന്ന അബദ്ധങ്ങളിൽ പെട്ട ഒന്നാണ്. പിന്നെ മറ്റൊരു അബദ്ധമുണ്ട്. സാധാരണ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ആളുകളൊക്കെ കാണലുണ്ട്, അവരെല്ലാവരും ഇളുത്തിബായിലായിരിക്കും. ഇളുത്തിബാ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടൂലേ, ഈ ഭാഗം കാണിച്ചിട്ട് ഇങ്ങനെ ഇടാം. അത് എവിടെ മാത്രമേ ഉള്ളൂ? തവാഫിന് മാത്രമേ ഉള്ളൂ. തവാഫിന് വേറൊരു സ്ഥലത്തും അതില്ല. എന്നാൽ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഇടും. നിങ്ങൾ നോക്കിക്കോളൂ, ഹജ്ജിന്റെ സമയത്തൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ ഇട്ട് നടക്കുന്നുണ്ടാവും. മനസ്സിലായോ? അത് ശരിക്ക് അയാൾ ചെയ്യുന്ന അബദ്ധമാണ്, പാടില്ല. കാരണം അത് പ്രവാചകൻ പഠിപ്പിച്ചതിന് വിരുദ്ധാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? ഫുള്ളായിട്ട് പൊതച്ചു പോവുക എന്നാണ്. അതിനല്ലാതെ ഒരു സന്ദർഭത്തിലും എന്തില്ല, അതിങ്ങനെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഇത്തിബായിടാൻ അവിടെ തവാഫിൽ പോകുന്ന സമയത്തും മാത്രമേ അനുവദനീയമാകുള്ളൂ, അല്ലാത്ത സമയത്തൊന്നും പാടില്ല. അതുപോലെ തന്നെയാണ് ചേർത്ത് വെക്കണം,
ചില ആളുകൾ ശ്രദ്ധിക്കണം, ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഇഹ്റാം യൗമു തർവിയ തുടങ്ങി അറഫ മുസ്ദലിഫ കഴിഞ്ഞ് ജംറത്തുൽ അഖബയിൽ എറിയുന്നത് വരെ സുദീർഘമായ സമയമുണ്ട്. പുരുഷന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സന്ദർഭത്തിൽ പോലും ഇഹ്റാമിന്റെ പ്രവർത്തനത്തിന് വിരുദ്ധമായത് വരരുത്. അപ്പൊ എന്ത് ചെയ്യാ? തല മൂട, മനസ്സിലല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാ? കുറച്ച് കഴിയുമ്പം ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും എടുത്തിടുക. അതൊന്നും ഇതിലേക്ക് വരാൻ പാടില്ല. പലപ്പോഴും ആളുകൾ ഈ സമയത്തൊക്കെ എന്ത് ചെയ്യും? ഇതിലൊക്കെ അബദ്ധം അവർക്ക് വന്നു പോകാം. ചേഞ്ച് ചെയ്യാം, പക്ഷെ മഹീത്ത് പാടില്ല എന്നുള്ളൂ. മഹീത്ത് എന്ന് പറഞ്ഞാൽ തുന്നിക്കൂട്ടിയ വസ്ത്രം ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല, ഉപയോഗിക്കാം. പിന്നൊന്നാണ്, യൗമു തർവിയയിലെ ദിവസങ്ങളിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ ആ നിസ്കാരമുണ്ട്, അതിലൊരു അബദ്ധമുണ്ട്. നിസ്കാരം എന്താ? അവിടെ ളുഹർ 2, അസർ അസറിന്റെ സമയത്ത് 2, മഗ്രിബിന്റെ സമയത്ത് 3, ഇഷാന്റെ സമയത്ത് 2, പിന്നെ സുബഹി. ഇങ്ങനെ നിസ്കരിക്കുക യൗമു തർവിയയിൽ, അഥവാ 8ന്റെ അന്ന് അങ്ങനെയാണ് നിസ്കരിക്കുക. പക്ഷെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? അവിടെ പൂർത്തിയാക്കാൻ ശ്രമിക്കലുണ്ട്. പൂർത്തിയാക്കി എന്താ നമ്മൾ ഇവിടെ നിൽക്കല്ലേ, 4 നിസ്കരിച്ച എന്താ കുഴപ്പം? 4 നിസ്കരിച്ചൂടെ എന്ന് ചില ആളുകൾ ചോദിക്കും. അത് അബദ്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്റാക്കിയാണ് അവിടുന്ന് നിർവഹിച്ചിട്ടുള്ളത്. അപ്പോ ഇനി ആരെങ്കിലും പൂർത്തിയാക്കുന്നുണ്ടെങ്കിൽ പോലും അത് മക്കയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ചെയ്തതായിട്ട് പിൽക്കാലത്ത് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്റാക്കി. ഉമറുൽ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാലത്ത് ഖസ്റാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു കാലത്ത് ഖസ്റാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ആദ്യ കാലത്ത് ഖസ്റാണ്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം മക്കയിലെ ആളുകൾക്ക് അവരെന്ത് ചെയ്യുക? പൂർത്തിയാക്കി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് കാണുന്നുണ്ട്. പക്ഷെ ഏറ്റവും ശരിയായ രൂപം എന്ത് ചെയ്യണം? ഖസ്റാക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. മക്കയിൽ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഖസ്റും ജമ്മും ആക്കിയാൽ മതി. അങ്ങനെ ഖസ്റും ജമ്മും ആക്കി നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല അയാൾക്ക്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ടായിരുന്ന 19 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം ഒക്കെ എന്തായിരുന്നു? ഖസ്റാക്കി നിസ്കരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടെ തർബിയത്തിന്റെ ദിവസത്തിൽ എന്തായാലും എന്തേ ഉള്ളൂ? ഖസ്ർ. ഓരോ നിസ്കാരവും, അഥവാ ളുഹറിന്റെ സമയത്ത് 2, അസറിന്റെ സമയത്ത് 2, മഗ്രിബിന്റെ സമയത്ത് 3, ഇഷാന്റെ സമയത്ത് 2. അവിടെ ഒരു ജംഉ ഇല്ല. എങ്ങനെ? ളുഹറും അസറും കൂടി ളുഹറിന്റെ സമയത്ത് അല്ലെങ്കിൽ അസറിന്റെ സമയത്ത് ജമ്മാക്കാനും പാടില്ല. കാരണം ചില ആളുകളൊക്കെ അങ്ങനെയും ചെയ്യലുണ്ട്. 4 കൂടി എന്ത് ചെയ്യുക? ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ അസറിന്റെ സമയത്തേക്ക് മാറ്റി വെക്കുക. ഇവിടെ ജമ്മു, അതും ആളുകളുടെ അടുത്ത് വരുന്ന അബദ്ധമാണ്. പലപ്പോഴും നമ്മൾ പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുവരുന്ന ചില അബദ്ധങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ. കാരണം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വാക്കുണ്ടത്, ഖുദൂ അന്നി മനാസിക്കക്കും. എന്താണ്? ഖുദൂ അന്നി മനാസിക്കക്കും. നിങ്ങളുടെ ഹജ്ജിന്റെ അമലുകൾ എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുവീൻ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ കൂട്ടത്തിൽ പറയും. പറഞ്ഞോളി. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉളുവിലായിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ ഇതിലൊന്നിലൊന്നില്ല, ഉളു നിർബന്ധമുള്ളതില്ല. തവാഫിന് മാത്രമാണ് ഉളു നിർബന്ധമുള്ളത്, ഒന്നിനുമില്ല. പിന്നെ എപ്പോഴും അയാൾ ആ ഒരു ലെവൽ ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിർബന്ധമല്ല. ഒന്നുമില്ല. ലൈസ ബൈനഹുമാ സ്വലാത്തുൻ, അതിനിടയ്ക്ക് ഒരു നിസ്കാരം ഒന്നുമില്ല. അയാൾക്ക് രാത്രിയിലെ പിന്നെ രാത്രി നിസ്കാരം ഉണ്ടല്ലോ, പിന്നെ ഒരാൾ രാത്രി നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഉള്ളത്. അല്ലാത്ത നിസ്കാരങ്ങളൊന്നും, സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ഇല്ല. അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ. ഇതാണ് യൗമു തർവിയ, അതായത് 8ാമത്തെ ദിവസം. അതിന്റെ ഇഹ്റാമും തൽബിയത്തും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ദിവസത്തിന്റെ പ്രത്യേക കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അവിടെ ഉള്ള പണി എന്താ? തൽബിയത്ത് കൂടുതൽ ചൊല്ലുക, പിന്നെ ഖുർആൻ ഓതുക. പിന്നെ ഒരു പോയിന്റ് കൂടെ പറയാണ്ട്,
ഈ ദിവസങ്ങൾ മിനയിലെ രാത്രി, മിനയിലെ മൊത്തം ദിവസങ്ങളും യൗമ തർബിയ പറഞ്ഞാൽ തന്നെ ബാക്കി അതിലേക്ക് വരും. ഭൂരിപക്ഷം ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക്. അപ്പൊ എന്ത് ചെയ്യും? കുറച്ചൊക്കെ തൽബിയത്തും ഖുർആനും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? ആളുകൾ വട്ടം കൂടിയിരുന്ന് വർത്താനം പറയുന്നുണ്ട്. ആ പരിപാടി ഉണ്ടാവാൻ പാടില്ല കേട്ടാ. എന്ന് വെച്ചാൽ തീരെ ഇയാളെ കാണുമ്പം മുണ്ടൂല എന്നല്ല, ഒക്കെ മുണ്ടിക്കോളി. പക്ഷെ വട്ടം കൂടിയിരുന്നുള്ള ചർച്ച അത് വേണ്ട. ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ഇതിൽ പറയുന്നെങ്കിൽ പോലും എന്തായിരിക്കണം? അത് അള്ളാന്റെ ദീനുമായി ബന്ധപ്പെട്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ അമലുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കോളി. അല്ലാത്തൊരു വർത്തമാനവും പാടില്ല. ഇപ്പൊ നിങ്ങൾ പല കുടുംബത്തിൽ നിന്ന് വന്നാറുകളാ, മനസ്സിലല്ലേ? ഇഹ്റാമ് തന്നെ നഷ്ടപ്പെടാവുന്ന വർത്തമാനങ്ങളൊക്കെ ചിലപ്പോൾ വരാം. എന്താ നിങ്ങളെ പേര്? നിലാൽ ഞാൻ ആദ്യം കാണാണ്. അപ്പോൾ വന്ന് കണ്ട് സംസാരിച്ച് പരസ്പരം സംസാരിച്ച് കുഴപ്പമില്ല, നിങ്ങളെ കുടുംബമൊക്കെ ഉണ്ടല്ലോ, സംസാരിച്ച് നമ്മളെ കുടുംബം കേട്ടാ എന്ന് പറയാൻ. പിന്നെ അങ്ങോട്ട് ആ വർത്താനം വേറെ ലെവലിലേക്ക് പോയി. പിന്നെ കാണുമ്പോ നിങ്ങൾ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാ? ഈ വിഷയത്തിൽ ചർച്ച വന്ന് പിന്നെ നേരെ കുടുംബങ്ങളിലേക്ക് വന്നു. പിന്നെ അവിടുന്ന് പിന്നെ അവർക്കൊരു പെണ്ണുണ്ട്, ഇവിടെ ഒരു ആണുണ്ട്. എന്നാ പിന്നെ നമുക്ക് എന്നാ നമ്മൾ അടുത്ത സ്ഥിതിക്ക് അല്ലേ? പിന്നെ അപ്പൊ വേറെ ചെയ്ത മൗലവി ഉണ്ട് നമുക്ക് ഇവിടെ, വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ എന്താക്കാം. ആ രൂപത്തിലുള്ള വർത്തമാനം അതൊക്കെ അങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് ഈ ദുനിയാവിന്റെ ഫുലൂലാത്തുകൾ പറയരുത്. പറയേണ്ടതൊക്കെ എന്ത് ചെയ്യണം? തൽബിയത്തും മാത്രമായിട്ട് ഒരുക്കണം എന്നത് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിച്ചു. ഏകദേശം നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അടുത്ത ദിവസം യൗമ അറഫയാണ്. 9-ന്റെ അന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാന്നതിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുക. അതായിരിക്കും ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ എഴുതി തയ്യാറാക്കി വെച്ചോളി, എന്നിട്ട് ചോദിച്ചാൽ മതി. നാളെ അടുത്ത ദിവസം പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഖൈറാക്കട്ടെ. എല്ലാ കാര്യങ്ങളും അല്ലാഹു നമുക്ക് ഖൈറായ രൂപത്തിൽ ചെയ്ത് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.